മുക്തി നേടിടാൻ പരിശുദ്ധനെ തേടാം. സുഖകാലത്തിലും ദുഃഖവേളയിലും അകലാത്തന സ്നേഹിതനേ, യേശുവേ തിരുപാദത്തിൽ കാത്തിരിക്കെ എന്തു മോദം മൃദംഗം വരും. യേശുവേ തിരുപാദത്തിൽ കാത്തിരിക്കെ എന്തു മോദം മൃദംഗം വരും. ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. ഇന്നത്തെ പ്രഭാത ധ്യാനത്തിനായി 26-ാം സങ്കീർത്തനം 10-ാം വാക്യം. അവരുടെ കൈകളിൽ ദുഷ്കർമ്മമുണ്ട്, അവരുടെ വലങ്കൈ കോഴ നിറഞ്ഞിരിക്കുന്നു. വലങ്കൈ കോഴ കൊണ്ട് നിറഞ്ഞിരിക്കുന്ന ദുഷ്ടന്മാരുടെ കൈകളിൽ ദുഷ്കർമ്മമുണ്ട്. അതുകൊണ്ട് പാപികളോടുകൂടി തൻ്റെ പ്രാണനെയും രക്തപാതകന്മാരോടുകൂടെ തൻ്റെ ജീവനെയും സംഹരിക്കരുത് എന്നാണ് സങ്കീർത്തകൻ്റെ അപേക്ഷ. പാപികളുടെ ഇടയിൽ തൻ്റെ ആത്മാവിനെ ഒരുമിച്ച് കൂട്ടരുത് എന്ന് ദൈവത്തോട് ദാവീദ് അപേക്ഷിക്കുന്നു. അനീതിയിൽ നിന്ന് ദൈവിക സംരക്ഷണത്തിനായുള്ള അപേക്ഷയായി ഇതിനെ നമുക്ക് കാണാം. യഥാർത്ഥ വിശ്വാസികൾ വിശ്വാസത്തിൽ ഉറച്ചു നിൽക്കുമ്പോൾ തന്നെ തിന്മയിൽ നിന്ന് അകന്നു നിൽക്കണം എന്ന ആശയം കൂടി ഈ ഭാഗത്ത് വ്യക്തമാകുന്നു. കൈ പ്രവൃത്തികളുടെ ഉപകരണമാണ്. അവരുടെ വലങ്കൈ കൈക്കൂലി കൊണ്ട് നിറഞ്ഞിരിക്കുന്നു. അതിനാൽ കൈക്കൂലി വാങ്ങുന്ന ആളുകളുടെ കണ്ണുകൾ അന്ധമാക്കപ്പെടുന്നു. അതുകൊണ്ട് തന്നെ അവർ നീതി നിഷേധിച്ച് ഉപേക്ഷിച്ച് കളയുന്നു. പ്രിയ സ്നേഹിതരെ, കൈക്കൂലി കൊടുക്കുന്നതും വാങ്ങുന്നതും തെറ്റാണ്. അവരുടെ കൈക്കൂലി മരണത്തിൽ നിന്നും അവരെ രക്ഷിക്കുകയില്ല. അതുകൊണ്ട് ഈ നോമ്പ് നാളുകളിൽ നമ്മുടെ കുറവുകളെ കണ്ടെത്താം, നമ്മുടെ കരങ്ങളെ നമുക്ക് ശുദ്ധീകരിക്കാം, പ്രാർത്ഥിക്കാം. കർത്താവേ, എൻ്റെ ദൈനംദിന ജീവിതാനുഭവങ്ങളിൽ എൻ്റെ കുറവുകളെ കണ്ടെത്തി തിരുത്തപ്പെടുവാൻ ഇടയാകണമേ. മഹത്വം നീ എടുക്കണം. യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമീൻ.